നമസ്കാരം, ഞാൻ ഡോക്ടർ ദീപക് നന്ദൻ, കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ്, ചന്ദ്രമതി അമ്മ മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ഞാനിങ്ങനെ ചന്ദ്രമതി അമ്മ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ സരോജ ഹോസ്പിറ്റലിലും മദർ ഹോസ്പിറ്റലോളജിയിലും എൻ്റെ സേവനം ലഭ്യമാണ്. എല്ലാ കൊല്ലവും ഈ ഒരു പ്രത്യേക ദിവസത്തിന്റെ ആചരണത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജനസംഖ്യ എടുത്തു നോക്കിയാൽ ലോകത്ത് 8 ബില്യൺ ആൾക്കാരുണ്ട്. അതിൽ ഓൾമോസ്റ്റ് 620 മില്യൺ ആൾക്കാർക്കും ഹൃദ്രോഗം ഉണ്ടെന്നാണ് കണക്ക്. അതിൽ തന്നെ ഒരു വർഷം ഏതാണ്ട് 18 മില്യൺ ആൾക്കാർ ഹൃദ്രോഗം മൂലം മരണമടയുന്നു എന്നാണ് കണക്ക്. ഇന്ത്യയിലെ കാര്യം എടുത്താൽ ഈ 18 മില്യണിൽ 5 മില്യണോളം ആൾക്കാർ മരിക്കുന്നത് ഇന്ത്യയിലാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ 50,000-ഓളം ആൾക്കാർ ഒരു ദിവസം ഹൃദ്രോഗം മൂലം ലോകത്ത് മൊത്തമായിട്ട് മരണമടയുന്നുണ്ട്. ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇത്ര ഭീകരമാണെങ്കിലും വളരെ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് കൊണ്ട് നമുക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഇതിൽ വരുത്താൻ സാധിക്കും. ആ വലിയ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ എല്ലാ കൊല്ലവും ഈ വേൾഡ് ഹാർട്ട് ഡേ എന്നുള്ള ഒരു ദിവസം ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ വേൾഡ് ഹാർട്ട് ഡേയുടെ തീം യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഹൃദയം നമ്മുടെ ബെറ്റർമെന്റിന് വേണ്ടിയും മറ്റുള്ളവരുടെ ബെറ്റർമെന്റിന് വേണ്ടിയും നമ്മൾ യൂസ് ചെയ്യുക. ആ യൂസ് ചെയ്യുന്നതിൽ കൂടി മൊത്തം ജനങ്ങൾക്കും അതുപോലെ ഈ ജനങ്ങളെ നയിക്കുന്ന ലീഡേഴ്സിനും ഇങ്ങനെ ഒരു ക്യാമ്പയിനിലേക്ക് വരാനും അതിന് തക്കതായിട്ടുള്ള പോളിസികൾ ചേഞ്ച് വരുത്താനുമായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഇപ്രാവശ്യത്തെ വേൾഡ് ഹാർട്ട് ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൃദയരോഗം നമുക്കറിയാവുന്ന പോലെ ഒരു മൾട്ടി ഫാക്ടോറിയൽ ഡിസീസ് ആണ്. ഒരു കാര്യം കൊണ്ട് ഒരു കാരണം കൊണ്ട് ഒരു കാര്യം എന്നുള്ളതല്ലാതെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാവുന്ന ഒരു അസുഖമാണ് ഹൃദയരോഗം. അതിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ഉണ്ട്, നമുക്ക് നിയന്ത്രണ വിധേയമാകാത്ത ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ പ്രായം, പാരമ്പര്യം, നമ്മൾ ഏത് കൺട്രിയിൽ ജനിച്ചു, ഏത് റേസിൽ ജനിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് കൺട്രോൾ ഇല്ലാത്തതാണ്. അതേസമയം നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ട് ഹൃദ്രോഗം നിയന്ത്രിക്കുന്നതിനായിട്ട്. നമ്മുടെ ശീലങ്ങൾ, പുകവലി, മദ്യപാനം, നമ്മുടെ ലാക്ക് ഓഫ് എക്സസൈസ്, തടി അല്ലെങ്കിൽ അമിതമായ വണ്ണം, ഭക്ഷണ രീതി, അല്ലെങ്കിൽ ഷുഗർ, പ്രഷർ തുടങ്ങിയ കൊളസ്ട്രോൾ തുടങ്ങിയ അസുഖങ്ങളുടെ നിയന്ത്രണം, ഇതെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളിൽ വരുത്താവുന്ന ചെറിയ 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 മോഡിഫിക്കേഷൻസ് വളരെയധികം നമ്മുടെ കാർഡിയോവാസ്കുലർ മോർബിഡിറ്റിയും മോർട്ടാലിറ്റിയും കുറയ്ക്കുന്നതിന് സഹായമാകുമെന്ന് വേണ്ടത്ര പഠനങ്ങൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അതിന്റെ ഒരു തുടർച്ചയാണ് ഈ വേൾഡ് ഹാർട്ട് ഡേ ആചരണം. നമുക്കറിയാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതചര്യയാണ്. അതുകൊണ്ടാണ് ഹൃദ്രോഗത്തിനെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുത്താവുന്ന ചെറിയ മോഡിഫിക്കേഷൻസ് ലൈക്ക് പുകവലി ഉപേക്ഷിക്കുക. ഒരു പുകവലിക്കുന്ന ഒരാൾക്ക് ഒരു പുകവലി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു വർഷം കൊണ്ട് അയാളുടെ ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസ് 50% കുറയുമെന്നാണ് പറയുന്നത്. ഏകദേശം ഒരു 7-8 വർഷം കൊണ്ട് അയാളുടെ ചാൻസ് സാധാരണ ഒരാളുടെ ചാൻസിന്റെ തുല്യമായി മാറും. അതുപോലെ തന്നെയാണ് നമ്മുടെ അമിതമായ വണ്ണം. ഇപ്പൊ നോക്കുകയാണെങ്കിൽ അമിതമായ വണ്ണം കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങൾ, അത് ഹാർട്ട് ഡിസീസ് ആയിക്കോട്ടെ, ഫാറ്റി ലിവർ ആയിക്കോട്ടെ, സിറോസിസ് ആയിക്കോട്ടെ, അതിന്റെ അളവ് കൂടി വരികയാണ്. അപ്പോൾ ബേസിക്കലി നമുക്ക് വേണ്ടത്ര അളവിലുള്ള ഒരു ഐഡിയൽ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെ നിയന്ത്രിക്കാൻ വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫുഡിന്റെ രീതി, നമുക്ക് എല്ലാവർക്കും അറിയാം, ഫുഡിന്റെ രീതിയിൽ ഒരു സാധാരണ ഒരു 80 കിലോ അല്ലെങ്കിൽ 70 കിലോ ഉള്ള മനുഷ്യന് 2500 കാലറിയാണ് ഒരു ദിവസം വേണ്ടത്. നമ്മുടെയൊക്കെ ഭക്ഷണത്തിൽ സാധാരണഗതിക്ക് ഒരു നേരം കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ ഏകദേശം 2600-2700 കാലറി ഉണ്ട്. ഇത്രയും കലോറി ശരീരത്തിൽ കിട്ടുന്ന സമയത്ത് അത് മുഴുവൻ കൺവേർട്ട് ചെയ്ത് കൊളസ്ട്രോൾ ആയി വയറ്റിലും ലിവറിലും ഹാർട്ടിലും രക്തധമനികളിലും അടിഞ്ഞുകൂടി നമുക്ക് ഹാർട്ട് ഡിസീസും മറ്റുള്ള അസുഖങ്ങളും വരികയാണ് പതിവ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു വ്യത്യാസം നമ്മുടെ ഭക്ഷണ രീതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ, ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക, ടോട്ടൽ കലോറി കഴിക്കുക, ലോ ഫാറ്റ് ഡയറ്റ് കഴിക്കുക, ഷുഗേഴ്സ് കുറയ്ക്കുക, ഇഷ്ടംപോലെ നട്ട്സ് കഴിക്കുക, ഇങ്ങനെയുള്ള ഷുഗർ സ്വീറ്റൻഡ് ബിവറേജസ്, അതായത് കൊക്കക്കോള അല്ലെങ്കിൽ ഷുഗർ ആൻഡ് കാർബണേറ്റഡ് ബെവറേജസ് കുറയ്ക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം മാറ്റം നമ്മുടെ അസുഖത്തിന്റെ പ്രോഗ്രഷനിൽ നമുക്ക് വരുത്താൻ സാധിക്കുന്നതാണ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കൊളസ്ട്രോളിന്റെ കാര്യം. കൊളസ്ട്രോള് ഈ പറഞ്ഞ മാതിരി ലോകത്ത് 10 പേർക്കെടുത്താൽ
ഒരാൾക്ക് കൊളസ്ട്രോൾ ഉണ്ട്. അപ്പൊ അത് നിയന്ത്രിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അത് നടത്തമായിക്കോട്ടെ, ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസമായിക്കോട്ടെ, ഇനിയിപ്പോ ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള മരുന്ന് കഴിക്കലായിക്കോട്ടെ, ഇത് എന്ത് ചെയ്താലും ഒരു മില്ലിമീറ്റർ ഒരു എന്താ മില്ലിമോൾ LDL കുറയ്ക്കുകയാണെങ്കിൽ ഏതാണ്ട് 20% ഹാർട്ട് ഡിസീസ് കുറയുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് BP, ഹൈപ്പർ ടെൻഷൻ അഥവാ രക്താതിസമ്മർദ്ദം. ഏത് മനുഷ്യനും ഇന്ത്യയിൽ പ്രത്യേകിച്ച് 3 പേരിൽ ഒരാൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്നാണ് കണക്ക്. ഈ 3 പേരിൽ ഒരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും അതിൽ 50% പേർക്ക് ഇത് ഉണ്ടെന്നുള്ളത് അറിയുള്ളൂ. ഇനി ആ 50% പേരിൽ 50% പേര് മാത്രമേ മരുന്ന് കഴിക്കുന്നുള്ളൂ. അതിൽ 50% പേർക്ക് മാത്രമേ BP കൺട്രോൾഡ് ആവുന്നുള്ളൂ. സോ ഏറ്റവും അധികം ഈ ഹാർട്ട് ഡിസീസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സൈലന്റ് ആയിട്ടുള്ള വില്ലനാണ് ഹൈപ്പർ ടെൻഷൻ അഥവാ രക്താതിസമ്മർദ്ദം. നമുക്കത് ഉണ്ട് എന്ന് മനസ്സിലാക്കുക, അതിന് റുട്ടീനായിട്ട് ചെക്കപ്പ് ചെയ്യുക, റുട്ടീനായിട്ട് അതിന് പോയി ഡോക്ടറെ കണ്ട് കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക, അതിന് വേണ്ട ജീവിത സാഹചര്യങ്ങൾ നമ്മളായിട്ട് ശീലിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം വ്യത്യാസം നമുക്ക് സ്ട്രോക്കിന്റെ അളവിൽ, ഹാർട്ട് ഡിസീസിന്റെ അളവിൽ വളരെയധികം വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇന്ത്യക്ക് പ്രത്യേകിച്ച് പറയാവുന്ന റിസ്ക് ഫാക്ടറാണ് ഡയബറ്റിസ്. ഇന്ത്യ വേൾഡിന്റെ ഡയബറ്റിക് ഹബ്ബാണ്, എസ്പെഷ്യലി കേരളം. അപ്പൊ ഡയബറ്റിസ് ഉള്ള ഒരാൾക്ക് സാധാരണ ഒരാളുടെ പോലെയല്ല, മറ്റുള്ള ആൾക്കാരെക്കാളും റിസ്ക് ഒരു 3-4 തവണ കൂടുതലാണ്. അപ്പൊ ഒരാളുടെ കൊളസ്ട്രോൾ ലെവല് ഏകദേശം ഒരു 100-ൽ നിൽക്കണം നമുക്ക് ഹാർട്ട് ഡിസീസ് പ്രിവെന്റ് ചെയ്യണം എന്നാണെങ്കിൽ, ഒരു ഡയബറ്റിസ് ഉള്ള ആൾക്കത് അതിന്റെയും പകുതി ഒരു 70-50 ആയി നിർത്തിയാലേ അയാളുടെ ഹാർട്ട് ഡിസീസ് നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഒരു 10 വർഷം ഡയബറ്റിസ് ആയിട്ടുള്ള ഒരാൾക്ക് ഏതാണ്ട് ഹൃദ്രോഗത്തിന് തുല്യമായിട്ടുള്ള റിസ്ക് ഫാക്ടർ ഉണ്ട് എന്നാണ് വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ WHO പറയുന്നത്. 10 വർഷം ഡയബറ്റിസ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ ഹൃദ്രോഗിയായിട്ട് കണക്കാക്കണം എന്നാണ് പറയാം. അപ്പോ ഷുഗർ നിയന്ത്രിക്കാൻ എന്തൊക്കെ ചെയ്യണോ, അത് വ്യായാമമായിക്കോട്ടെ, ഭക്ഷണത്തിലുള്ള കൺട്രോളിലായിക്കോട്ടെ, പ്രോപ്പർ ആയിട്ടുള്ള മരുന്ന് ഗുളികയായാലും ഇൻസുലിനായിട്ട് എടുക്കലായിക്കോട്ടെ, എന്ത് ചെയ്താലും ആ ഒരു ചെറിയൊരു വ്യത്യാസം, ആ ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ നമ്മുടെ ബിഹേവിയർ വരുത്തിയാൽ വളരെയധികം നമ്മുടെ ഭാവിയെ സുരക്ഷിതമാക്കാനായിട്ട് ആ ഒരു കാര്യം സാധിക്കും. ഇതൊന്നും കൂടാതെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ ഒരു വലിയ കാര്യമാണ് ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കാൻ. ഈവൻ സൗണ്ട് പൊല്യൂഷൻ, അതൊരു വലിയ കാര്യം. ഇതൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഇതൊക്കെ വലിയൊരു പോളിസി ചേഞ്ചിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ ഈ പോളിസി ചേഞ്ച് ഒന്നും ഇല്ലാതെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് മാറ്റാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഈ ഹൃദ്രോഗ പ്രിവെൻഷനിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്രത്യേകിച്ചുള്ള ഒരു ദിവസത്തിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. പിന്നെ പറയാനായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ സ്ട്രെസ് ആണ്. ലെവൽ ഓഫ് സ്ട്രെസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഹാർട്ട് റേറ്റിലും BP-യിലും ഈ രക്തക്കുഴലുകളുടെ വ്യാസത്തിലും ഒക്കെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? യോഗ ആയിക്കോട്ടെ, ബ്രീത്തിങ് എക്സസൈസ് ആയിക്കോട്ടെ, എന്ത് റിലാക്സേഷൻ ടെക്നിക്ക് ആയിക്കോട്ടെ, അതും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റേണ്ടതാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിനെക്കുറിച്ച് അവെയർ ആവാനുണ്ട്. അതായത് പറഞ്ഞത് മൾട്ടി ഫാക്ടോറിയൽ ആയിട്ടുള്ള ഒരു ഹാർട്ട് ഡിസീസ് ഒരു സംഗതിയാണ് ഈ ഹാർട്ട് ഡിസീസ് എന്നുള്ളതുകൊണ്ട് മൾട്ടി ഫാക്ടോറിയൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാൽ അത് നമ്മുടെ ലൈഫ് സ്പാൻ കൂട്ടാനായിട്ട് വലിയ തോതിൽ നമ്മളെ സഹായിക്കും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വി ഷുഡ് നോ യുവർ നമ്പേഴ്സ് എന്ന് പറയും. അതായത് നമ്മുടെ ഫോൺ നമ്പർ അറിയുന്ന പോലെ, പാൻ നമ്പർ അറിയുന്ന പോലെ, അല്ലെങ്കിൽ ആധാർ കാർഡ് നമ്പർ അറിയുന്ന പോലെ നമ്മുടെ ശരീരത്തിന്റെ അളവുകൾ, അത് നമ്മുടെ BP ആയിക്കോട്ടെ, റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് ആയിക്കോട്ടെ, ഷുഗേഴ്സിന്റെ ലെവൽ ആയിക്കോട്ടെ, HbA1c ലെവൽ ആയിക്കോട്ടെ, നമ്മുടെ അബ്ഡോമിനൽ ഗർത്ത് ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മുടെ വെയിറ്റ് ആയിക്കോട്ടെ, നമ്മുടെ BMI ആയിക്കോട്ടെ, ഇതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. അതിൽ വരുന്ന വ്യതിയാനങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കും വേണം. സോ നോ യുവർ നമ്പേഴ്സ് ആൻഡ് യൂസ് യുവർ ഹാർട്ട് ഫോർ ആക്ഷൻ എന്നുള്ളതാണ് ഈ ഹാർട്ട് ഡേക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.